അപകട ഭീഷണി ഉയർത്തുന്ന വളാഞ്ചേരി ടൗണിലെ ഡിവൈഡറിൽ ആവശ്യമായ മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്താത്തതിൽ CPM വളാഞ്ചേരി ടൗൺ ബ്രാഞ്ച് പ്രതിഷേധിച്ചു. ട്രാഫിക് അതോറിറ്റിയും ചെയ്യുന്നത് അതുകൊണ്ടൊന്നും വളാഞ്ചേരിയിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. വളാഞ്ചേരിയിലെ ട്രാഫിക് പരിഷ്കരണം ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. രാത്രി കാലങ്ങളിൽ ഇരുടത്ത് വരുന്ന വാഹനങ്ങൾ ഡിവൈഡറുകളിൽ തട്ടി അപകടങ്ങൾ പെരുകി വരുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇതിനെതിരെ വളാഞ്ചേരിയിലെ CPIന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്നിവിടെ പന്തംകുളത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇനിയും ട്രാഫിക് അധികാരികളും മുനിസിപ്പാലിറ്റിയും ഈ നില തുടർന്നാൽ യാതൊരു സംശയവും വേണ്ട, ഈ സമരം നാട്ടുകാർ ഏറ്റെടുക്കും. ഇത് അതിരൂക്ഷമായി വളാഞ്ചേരിയിൽ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന താക്കീതാണ് മുനിസിപ്പൽ അധികൃതർക്ക് ഞങ്ങൾ നൽകുന്നത്. ഡിവൈഡറുകൾ പെയിന്റ് ചെയ്ത് റിഫ്ലക്ടർ സ്ഥാപിക്കുകയും രാത്രി ലൈറ്റ് ഉണ്ടായിരുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ വെക്കുന്ന ഒരു ഡിമാൻഡ്. മറ്റൊന്ന്, അശാസ്ത്രീയമായ വളാഞ്ചേരിയിലെ ട്രാഫിക് പരിഷ്കരണം ശാസ്ത്രീയമായ രീതിയിൽ വളാഞ്ചേരിയിലെ തൊഴിലാളികൾ, ഡ്രൈവർമാർ, നാട്ടുകാർ, കച്ചവടക്കാർ തുടങ്ങിയവരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരണം നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇതിന് തയ്യാറാകാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അതിരൂക്ഷമായ പ്രക്ഷോഭ സമരവുമായി CPM മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡുകളിലെ കോൺക്രീറ്റ് ഡിവൈഡറാണ് അപകട സാധ്യത ഉയർത്തുന്നത്. രാത്രി നിരവധി വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി CPM പ്രവർത്തകർ ഡിവൈഡറിൽ മെഴുകുതിരി തെളിയിച്ചു. സമരം CPM ഏരിയ കമ്മിറ്റി അംഗം N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KV ബാബുരാജ്, നഗരസഭാ കൗൺസിലർ KP അച്യുതൻ, അബു താഹിർ എന്നിവരും സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.